div എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. div എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പാർട്ടീഷൻ ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഈ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ div അല്ലാതെ വേറെയും കുറച്ച് ടാഗ്സ് ഉണ്ട്. ജനറലി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന div ആണ്. ഇപ്പം റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ HTML5 ഭാഗമായിട്ട് വന്നിട്ടുള്ള കുറച്ച് ടാഗുകളും കൂടെ ഉണ്ട്. അത് ശരിക്കും നമ്മൾ സ്ട്രക്ചറിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടാഗുകളാണ്. അപ്പം നമ്മളൊരു ഇതാണ് നമ്മുടെ പേജിന്റെ ലേ ഔട്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പോർഷൻ എന്ന് പറയുന്നത് ഹെഡർ ആണ്. ഏറ്റവും താഴെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഫൂട്ടർ ആണ്. ഇതൊരു nav എന്ന് പറയുന്ന ഒരു നാവിഗേഷൻ ലിങ്കുകളെല്ലാം കൊടുക്കാനുള്ള ഒരു പാർട്ടാണ് ഇത്. പിന്നെ അത് കണ്ടന്റ് പാർട്ട്. ഇങ്ങനെ വരുന്നതിന് നമ്മൾ div ആണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡെവലപ്പർ വന്ന് നോക്കുന്ന സമയത്ത് അയാൾ നോക്കണം div അതിന് ഉപയോഗിക്കുന്ന ക്ലാസ് ഏതാണ്. അത് കണ്ടിട്ടാണ് അയാൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഹെഡർ ആണ്, nav ആണ്, footer ആണ്. അപ്പോൾ ഒരു ഡെവലപ്പർ അത് പ്രോപ്പറായിട്ട് അതിൻ്റെ നെയിമിങ് ക്ലാസ്സിന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ കോഡ് പോയിട്ട് നോക്കണം. ഓരോരോ ക്ലാസ്സിൻ്റെയും കോഡ് നോക്കിയിട്ട് അയാൾക്ക് മനസ്സിലാവുള്ളൂ ഇത് ഹെഡർ ആണോ, footer ആണോ, nav ആണോ എന്നുള്ള കാര്യങ്ങളല്ലോ. ഈ ഒരു കുറച്ചും കൂടി നമ്മൾ എഴുതുന്ന കോഡ് കുറച്ചും കൂടി ക്വിക്കായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ടാഗുകൾ, സ്ട്രക്ചറൽ ടാഗുകൾ HTML5 ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അത് കുറച്ചെണ്ണം നമുക്ക് നോക്കാം. അതിൽ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ടാഗുകൾ ഹെഡർ എന്നുള്ളതിൻ്റെ പർപ്പസിന് ഹെഡർ എന്ന പേരിൽ ടാഗ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിലോട്ട് ഞാൻ തിരിച്ചു പോവാണ്. ഇതിന് ഞാൻ അൺകമൻറ്റ് ചെയ്യാണ്. ഈ ഒരു പോർഷൻ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം ഞാൻ റിമൂവ് ചെയ്യാണ്. ഞാൻ അവിടെ തന്നെ നടക്കട്ടെ. ഞാൻ ഇതിന് ഈ കമൻറ്റ് ചെയ്ത പോർഷൻ ഞാൻ റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ /സ്റ്റാറും അത് എൻ്റെ ചെയ്യുന്ന /സ്റ്റാർ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഞാനിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോർഷന്. ഇതിൽ നമുക്ക് ഇപ്പം നമ്മൾ ഈ കൊടുത്തിട്ടുണ്ടായിരുന്നതിൽ ഇതിപ്പോൾ നമ്മൾ ഇത് ഹെഡർ ഏരിയ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? div ക്ലാസ് ഈക്വൽ ടു ഹെഡർ, ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേ സംഭവത്തിന് ഈ ഹെഡറായിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം, ഹെഡറായിട്ട് കൊടുക്കുക എന്നുള്ള പർപ്പസിന് വേണ്ടി മാത്രം HTML5 ഭാഗമായിട്ട് ഹെഡർ എന്ന് പറയുന്ന ഒരു ടാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹെഡർ എന്നുള്ളത് div എന്ന് ജസ്റ്റ് കൊടുക്കുന്നതിന് ഇക്വലൻ്റ് ആണ്. അല്ലാണ്ട് ഹെഡർ കൊടുത്തതുകൊണ്ട് അവിടെ ഏറ്റവും മേലെ പോയി നിൽക്കുക അല്ലെങ്കിൽ ഫൂട്ടർ കൊടുത്തതുകൊണ്ട് ഏറ്റവും താഴെ പോയി നിൽക്കുന്നില്ല. ഹെഡർ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. ആ ടാഗ് കുറച്ച് റീഡബിൾ ആക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമുക്കതിനെ എവിടെ കൊണ്ടുപോയിട്ട് നിർത്തണം എന്നുള്ളത് നമ്മൾ തന്നെ കോഡ് ചെയ്യണം. അല്ലാണ്ട് തനിയെ പോയിട്ട് ഹെഡർ ആണെന്ന് കൊടുത്തുകൊണ്ട് ഏറ്റവും മേലെ പോയി നിൽക്കുന്നില്ല. അപ്പം ഞാനിവിടെ ഹെഡർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഞാനിതിനെ കൊണ്ടുവന്നിട്ട് ഏറ്റവും താഴെ കൊണ്ടുവന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എവിടെയാണോ ഞാനത് ഇട്ട് കൊടുക്കുന്നത് അത് അവിടെ തന്നെ വരുള്ളൂ. ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഏറ്റവും താഴെയാണ്. കൊടുത്ത കണ്ടന്റ് ഉപയോഗിച്ച് ടാഗ് ഹെഡർ ആയതുകൊണ്ട് മാത്രം തനിയെ മേലെ പോയി നിൽക്കില്ല. അതിന് നമ്മൾ CSS എഴുതിയിട്ട് നമ്മൾ ആ ഒരു ഓർഡർ തന്നെ എഴുതിയിട്ട് നമ്മൾ കൊണ്ടുപോയി നിർത്തിയാൽ മാത്രമേ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹെഡർ എന്ന് പറയുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇമേജിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നു. അതിൽ ഞാൻ ഈ ക്ലാസ് ഹെഡർ എന്ന് ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടുന്നത് നമ്മുടെ സ്ട്രക്ചറൽ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള ഹെഡറും അതേപോലെ തന്നെ വന്നിട്ടുള്ള വേറെയും കുറച്ചെണ്ണം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഒന്ന് ഹെഡർ എന്നുള്ള ടാഗ് തന്നെയാണ്. മറ്റൊന്ന് രണ്ടാമത്തേത് ഫൂട്ടർ എന്ന് പറയുന്ന ടാഗ്. അത് ഫൂട്ടർ ആക്ച്വൽ എല്ലാ വെബ്സൈറ്റിൻ്റെയും നമുക്കറിയാം, എല്ലാ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു കീബോർഡിൻ്റെ സൈറ്റിൽ എടുക്കുമ്പോൾ ഏത് ന്യൂസ് സൈറ്റും എന്ത് സൈറ്റ് എടുക്കുകയാണെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഏറ്റവും ഫൂട്ടറിൽ നമ്മൾ കാണുന്ന ഈ ഒരു പോർഷൻ, ലിങ്കുകളും കാര്യങ്ങളെല്ലാം വരുന്നത്. അങ്ങനെ അതിനു വേണ്ടി ഉള്ളൊരു ടാഗാണ് ഫൂട്ടർ എന്ന് പറയുന്ന ടാഗ്. അത് കൂടാണ്ട് വന്നിട്ടുള്ള കുറച്ചെണ്ണം ആണ് nav എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. നാവിഗേഷൻ പർപ്പസിന് വേണ്ടി. അപ്പോൾ നമുക്കൊരു nav ലിങ്കിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സൈഡ് ബാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേറൊന്നാണ് സെക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ എന്നുള്ളത് നമുക്ക് div ഉപയോഗിക്കുന്ന പോലെ ഏത് സെക്ഷനായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നമുക്ക് സെക്ഷൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ന്യൂസ് ആർട്ടിക്കിൾ അങ്ങനത്തെ പർപ്പസിനൊക്കെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. ഇതെല്ലാം മെയിനായിട്ട് നമുക്ക് വന്നിട്ടുള്ള സ്ട്രക്ചറൽ ടാഗുകൾ, പുതിയതായി വന്നിട്ടുള്ള
ഡിബ് നമുക്ക് നേരത്തെ ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡിബ് തന്നെയാണ്. പിന്നെ പക്ഷേ ചില ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ചില കമ്പനീസിൽ നമ്മൾ പിന്നെ പുതിയ ടാഗുകൾ ഉപയോഗിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യും. ഏറ്റവും നല്ലത് ശരിക്കും പുതിയ ടാഗുകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മാജിക് ഒന്നും നടക്കുന്നതുകൊണ്ടല്ല, പക്ഷെ റീഡ് ചെയ്യാൻ പറ്റും. റീഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് ഹെഡർ ആണെന്നുള്ളത് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഹെഡർ ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഹെഡർ ഡിബ് ക്ലാസിക്കൽ ഹെഡർ എന്ന് പറയുന്ന പഴയ മെത്തേഡ് ഞാൻ അതിനെ കമൻറ്റ് ചെയ്തു. അതേപോലെ ഞാൻ ഈ പിന്നെ ഫൂട്ടർ എന്ന് ഉപയോഗിച്ച് ഡിബ് ക്ലാസിക്കൽ ഫൂട്ടർ എന്നുള്ളതിന് പകരം ഞാനിവിടെ ഫൂട്ടർ എന്ന് പറയുന്ന ടാഗാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ കമൻറ്റ് ചെയ്യാണ്. ഓക്കെ, അതേപോലെ ഡിബ് ക്ലാസിക്കൽ മെയിൻ എന്നുള്ളതിന് എനിക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സെക്ഷനോ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. തൽക്കാലം ഞാനത് മാറ്റുന്നില്ല. ഞാൻ അതിന് പകരം ഈ സൈഡ് ബാർ എന്നുള്ളതിന് ഞാൻ തൽക്കാലം ഞാൻ നാവ് എന്നുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ കമൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ പൊസിഷനിൽ വന്ന് നിൽക്കുന്നില്ല. അതിന് നമ്മൾ കോഡ് തന്നെ ചെയ്യണം. അതിന് നമ്മൾ CSS നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഹെഡർ എന്ന് പറയുന്ന ടാഗ് എന്തായാലും നമ്മൾ വേറെ എവിടെ ഉപയോഗിക്കാൻ സാധ്യതയില്ല, റിപ്പീറ്റ് ആയിട്ട് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഹെഡർ എന്നുള്ളതിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഡോട്ട് ഒഴിവാക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഡോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ടാഗ് നെയിം വെച്ചിട്ടുള്ള സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. ഈ ഹെഡർ എന്ന് പറയുന്ന അതേ നെയിമിൽ വെച്ചിട്ടുണ്ടായതുകൊണ്ട് അത് അപ്ലൈ ആവും. അതേപോലെ ഫൂട്ടർ എന്ന് പറയുന്നതിന് ഞാൻ ഡോട്ട് ഒഴിവാക്കി. അപ്പോൾ ഫൂട്ടറിൻ്റെ ഈ സ്റ്റൈല് അതിന് അപ്ലൈ ആവും. ഓക്കെ, പിന്നെ നമുക്കുള്ളത്, പിന്നെ ഞാൻ മാറ്റം വരുത്തിയത് സൈഡ് ബാർ മാറ്റിയിട്ട് നാവ് ആക്കിയിട്ട് മാറ്റി. അപ്പോൾ ഞാൻ ഈ സൈഡ് ബാർ എന്നുള്ളതിനെ ഞാൻ മാറ്റിയിട്ട് നാവ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം സെയിം എഫക്റ്റ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വന്നിട്ടുള്ള ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഈ പിന്നെ ഫോട്ടറും നാവും സെക്ഷനും ഇതെല്ലാം നമ്മൾ പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്ട്രക്ചറൽ ടാഗാണ്. അതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മളൊരു വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റിൽ കാണുക ഡിബ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണുക. പക്ഷേ ഈ പുതിയ ടാഗുകൾ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അത് ചില പിന്നെ ആപ്ലിക്കേഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ ചിലപ്പം ഇതുപോലത്തെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാകും. അതുപോലെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഹെഡറും ഫോട്ടറും നാവറിലും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ നോക്കും ചെയ്യാം. നമ്മൾ ഈ പിന്നെ ബൂട്ട് സ്ട്രാപ്പും അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ ഈ മോഡേൺ സിൻടാക്സുകളാണ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിൻടാക്സുകളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതേപോലെ ഈ ആർട്ടിക്കിൾ, ന്യൂസ് ആർട്ടിക്കിളെല്ലാം ആണെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ എന്ന് പറയുന്നതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ കണ്ടന്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഡിബ് വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതേപോലെ സെക്ഷൻ ഉപയോഗിക്കാനെല്ലാം പറ്റും. ഓക്കെ.